ഹലോ ഗൈസ് നമ്മൾ കോളേജിൽ നിന്ന് ഒരു കിഡിലൻ ട്രിപ്പ് പോയതാട്ടാ ഇന്നത്തെ നമ്മുടെ വീഡിയോ. അതെ ഗൈസ്, ഞങ്ങളെ അവസാനത്തെ കോളേജ് ട്രിപ്പ്. തുടക്കം തന്നെ നമ്മളെ ചെക്കന്മാരെ നമ്മളെ വൈബാക്കിയിട്ടുണ്ട് പറഞ്ഞയച്ചിട്ടാ. ട്രിപ്പ് തുടങ്ങിയ പിന്നെ തുള്ളല് മസ്റ്റാ. എല്ലാരും ഉണ്ട് തുള്ളി നീച്ച് കണ്ണർ നോക്കുമ്പോ ഇലവീഴ പുഞ്ചിറയില് നമ്മൾ വന്നാൽ ഇച്ചിരി നേരം വൈകിയോണ്ട് തന്നെ ഓരൊക്കെ നേരത്തെ തന്നെ കയറിപ്പോയി. പിന്നെ ഞാൻ നമ്മളെ തങ്ങളും കൂടി കയറണം. രാവിലത്തെ ഇവിടുത്തെ വ്യൂ അത് പറയാതിരിക്കാൻ പറ്റൂല. കുറച്ച് കയറാണ്ടെങ്കിലും മാപ്പിട്ട് കണ്ട് കയറിയിട്ടുണ്ടെങ്കിൽ പേരും വൈബാട്ടാ. നല്ല അടിപൊളി കാറ്റും കിടുക്കാച്ചി വ്യൂ. എല്ലാവർക്കും തങ്ങളെ വക ഈത്തപ്പഴം ഉണ്ടെന്ന് പറഞ്ഞപ്പോ കാക്കക്കൂട്ട് കല്ലിട്ട മൈരി ഒക്കെ പാടുണ്ട് വരലോടി. ഞാൻ അവിടുന്ന് കുറച്ച് പിക്കും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഞമ്മ അവിടുന്ന് ഇറങ്ങൽ തുടങ്ങിയിട്ട. അപ്പോഴാണ് ഇലവീഴ പൂഞ്ചിറ കാണുന്നത്. ഇതക്കാണ് ഇലവീഴ പൂഞ്ചിറ. ഇവിടെ ഇതിന് മാത്രം ആൾക്കാർക്ക് വരലുണ്ടാവും. ഇഷ്ടംപോലെ ട്രക്കിങ്ങിന് വേണ്ടിയിട്ട് ജീവിപ്പോൾ. ഏതായാലും നമ്മൾ അവിടുന്ന് വിട്ടിട്ട് നേരെ മുനിയറ ഗുഹന്റെ അവിടെയാണ്. ചരിത്ര പ്രസിദ്ധമായ ഒരു സ്ഥലമാണ്. അവർക്ക് ചരിത്രം പറഞ്ഞു കൊടുക്കാനും നമുക്കറിയാലോ പട്ടുമരക്കാർ. വളരെ ഇപ്പോഴും എന്റെ മനസ്സിലൊരു സങ്കടം, ഒരു വിങ്ങല അദ്ദേഹത്തിന്റെ പേര് കേൾക്കുമ്പോൾ. അതെ അതെ അതെ, അതല്ലൊക്കെ കേട്ടിട്ട് നേരെ മേപ്പെട്ട് കയറണം. ഇതും കുറച്ച് കയറാണ്ടിട്ട. പക്ഷെ മേലത്തിപ്പോ തന്നെ ഒരു വൈബ് സ്ഥലമായിട്ടാ. പക്ഷെ മുനിയറ ഗുഹ സ്വല്പം ചെറുതായി പോയി. ഇക്കാണാണ് മുനിയറ ഗുഹ. ഇതിനും വേണ്ടിയാണ് നമ്മൾ ഇത്രയും കയറിയത്. വല്ലാത്തൊരു കഥ. സംഭവം ഉള്ളിൽ കുറച്ച് ഗുഹ ഒക്കെ ഉണ്ട് കേട്ടോ. ഉള്ളിൽ വള്ളൊക്കെ ഉണ്ട്. പിന്നെ വവ്വാലുള്ളതുകൊണ്ട് നമ്മൾ ഉള്ളിൽ അധികം പോയില്ല. ടീംസ് ഒക്കെ വലിയ കടയിൽ താഴത്തേക്ക് ഇറങ്ങിയത് വണ്ടിയേക്കണേ. മുനിയറ ഗുഹ കണ്ടിട്ടില്ല. അടിയിലാണെങ്കിൽ ഒരു കുന്തുമില്ല. ഏതായാലും അവിടുന്ന് കയറി നേരെ നമ്മൾ ഈരാറ്റുപേട്ടുള്ള ബറക്കത്തേക്ക് ഫ്രഷ് ആവാനുണ്ട്. പറയാതിരിക്കാൻ പറ്റില്ല. കിട്ടില്ല റൂമിൽ നിന്ന് ഫ്രഷ് ആയി കഴിഞ്ഞപ്പോ പിന്നെ ഫുഡ് അതും അൺലിമിറ്റഡ് പിന്നെ നമ്മളെ കാര്യം പറയണ്ടല്ലോ. പ്രത്യേകിച്ച് നമ്മള് ഒന്നും നോക്കില്ല, കത്തിച്ച് സദ്ദുവിനെ മാങ്ങ അടയാളത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കും. അങ്ങനെ വീണ്ടും നമ്മളെ ട്രിപ്പ് തുടർന്ന് നമ്മൾ പൈൻ ഫോറസ്റ്റിക്കാണ് പോകുന്നത്. പോകുമ്പോൾ ഇതുപോലുള്ള കൈതച്ചക്കന്റെ തോട്ടം കാണാം, പ്രത്യേകിച്ച് പട. അങ്ങനെ നമ്മൾ പൈൻ ഫോറസ്റ്റിന്റെ അവിടെ ഇറങ്ങിയിട്ട് നടക്കലോടെ. എൻട്രി ടിക്കറ്റ് എടുത്തിട്ട് ഉള്ളിൽ കയറി. അതിന്റെ അടുത്ത് പെണ്ണുങ്ങളെ കണ്ടപ്പോൾ ജാസ്തി ഒന്ന് പതറിയിട്ട് ഭാഗ്യത്തിന് അടഞ്ഞിട്ട് വീണില്ല. അവിടെ നമ്മളൊരു നൊസ്റ്റാൾജിക് ഐറ്റം ഇട്ട് കുറ്റിമാരി കളി. അതൊരു സീന് കളി എല്ലാരും ഉണ്ടായി. പേരും രസം. അങ്ങനെ കളി കഴിഞ്ഞിട്ട് ഗ്രൂപ്പ് കഴിഞ്ഞിട്ട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് നേരെ ഫുഡ് കഴിക്കാനുള്ളൂ. അതും അൺലിമിറ്റഡ് ബിരിയാണി. അതാ ഹോട്ടൽ അൽസഫക്ക് പുതിയ സെക്യൂരിറ്റിനെ കിട്ടിയിട്ടുണ്ട്. അതായത് ഫുഡ് മേടിച്ചിട്ട് നേരെ കുരിശുമലയെ കണ്ടു. പിന്നെ ഒന്നും നോക്കിയില്ല, കേരളാണ് പറഞ്ഞു. പൗതി കയറിയപ്പോ ഒരാൾ ഇവിടെ ഇരിക്കുന്നു. ഫസ്റ്റത്തെ ടീമിന്റെ പോയതാ. പക്ഷെ വലിയ മുട്ടി നടക്കണില്ലേ. പക്ഷെ എന്നാലും നമ്മളൊപ്പം ചവിട്ടി പിടിച്ചു. 1 2 3 4 5 6 7 കുരിശ് നമ്മൾ കയറിയില്ല. മതി, അവിടെ നിന്ന് കയറാൻ പറ്റാം. പിന്നെ അവിടുന്ന് കുറച്ച് പിക്ക് കൊടുത്തിട്ട് നമ്മൾ ഇറങ്ങി. പോണ വഴിക്ക് ഒരു ചായയും കുടിച്ചിട്ട് നേരെ പോകും. അവിടുന്ന് ഒരു കിടിലം കുളിയും പിന്നെ അൺലിമിറ്റഡ് മന്തി അടിച്ചിട്ട് നേരെ കോളേജിൽ കണ്ടുപോയി. നമ്മൾ ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നത് റൂട്ട് ക്യാമ്പിന് നമ്മളെ ചെക്കന്മാരനായിട്ടുള്ള ഈ ഒരു ടൂർ പാക്കേജ് ടീമിന്റെ പട്ട. എല്ലാ നേരവും അൺലിമിറ്റഡ് ഫുഡും കിടിലൻ ട്രിപ്പ് ചെയ്യുന്നുണ്ട്. അവരുടെ പാക്കേജിൽ വന്നിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഇതുപോലെ കോളേജിൽ നിന്ന് മറ്റൊക്കെ ആയിട്ട് ട്രിപ്പ് പോകാൻ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓലെ കോൺടാക്ട് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഫോളോ ചെയ്യാൻ മറക്കില്ല. ബൈ.